Good morning. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് മൺഡേ തൊട്ട് മലയാളം ന്യൂസ് പേപ്പറുകളുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് തൊട്ടേ മലയാളം ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷനോട് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്നലെ ഒരു പ്രധാനപ്പെട്ട മലയാളം ന്യൂസ് ഉണ്ട്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് മലയാളം പത്രം കൂടെ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചു ഇന്നു മുതലേ. അപ്പൊ ആദ്യം നമുക്ക് ആ മലയാളത്തിലും ഇന്ന് ഞാൻ മനോരമയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഇനി അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യുന്ന മാതൃഭൂമിയായി മാറ്റിയും തിരിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പൊ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവില് മലയാളത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാണ്. ഒന്നെന്ന് പറയുന്നത്, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് കേരള ഫിലിം അവാർഡ്സ് ഡിക്ലെയർ ചെയ്തു. സിനിമ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്ക് ഏറ്റവും മികച്ച ആക്ടർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ദ്രൻസിനെയാണ്. ഇന്ദ്രൻസ് ഏറ്റവും മികച്ച ആക്ടറിനുള്ള അവാർഡ് കിട്ടിയത് ആളൊരുക്കം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ്. ആളൊരുക്കം എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് ഇന്ദ്രൻസിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടി. മികച്ച നടിക്കുള്ള അവാർഡ് പാർവതിക്കാണ് കിട്ടിയത്. പാർവതിക്ക് അത് കിട്ടിയത് ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയിലെ ആക്ടിങ്ങിനാണ് പാർവതിക്ക് ആ അവാർഡ് കിട്ടിയത്. അതുപോലെ ഏറ്റവും മികച്ച ചിത്രം ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന സിനിമയാണ്. ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന സിനിമ റിജി നായർ ആണ് ഡയറക്ട് ചെയ്തത്. റിജി നായർ ഡയറക്ട് ചെയ്ത ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന പിക്ചറിനാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. പക്ഷെ ഏറ്റവും മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിക്കാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി. സിനിമ ഈ കഴിഞ്ഞിട്ടൊരു ഡോട്ട് ഇടുക, പിന്നെ അത് കഴിഞ്ഞൊരു ഡോട്ട് ഇടുക, യൗ ഈ യൗ എന്ന് പറയുന്ന മൂവി ഡയറക്ട് ചെയ്ത് തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ്. മികച്ച സംഗീത സംവിധായകൻ MK അർജുനൻ മാസ്റ്റർക്കാണ് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ്. അതുപോലെ മികച്ച സ്വഭാവ നടൻ അലൻസിയറിന് തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന് പറയുന്ന മൂവിയിലെ ആക്ടിങ്ങിനാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം കിട്ടിയത്. മികച്ച സ്വഭാവ നടിയായി അവാർഡ് കിട്ടിയത് ഒറ്റമുറി വെളിച്ചത്തിലെയും യൗ എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിന് രണ്ടിനും കൂടെ ചേർത്ത് പൗളി വത്സനാണ്. പൗളി വത്സൻ. ഈ രണ്ടും സിനിമകളിലെ ആക്ടിങ്ങിനാണ്. പിന്നെ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത രക്ഷാധികാരി ബൈജു ഒപ്പാണ് ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ്. തിരക്കഥാകൃത്ത് സജീവ് പാഴൂറാണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയുമാണ്. മികച്ച ഗായകൻ ഷഹബാസ് അമൻ. മായാനദിയിലെ ഗാനത്തിനാണ് ഷഹബാസ് അമന് മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയത്. ഗായിക സിതാര കൃഷ്ണകുമാർ വിമാനത്തിലെ പാട്ട് പാടിയതിനാണ്. വിമാനം എന്ന് പറയുന്ന മൂവിലെ പാട്ട് പാടിയതിന് സിതാര കൃഷ്ണകുമാറിന് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടി. അപ്പോൾ പ്രധാനപ്പെട്ട അവാർഡ് വിന്നേഴ്സ് ഇന്ദ്രൻസ്, മികച്ച നടൻ, മികച്ച നടി പാർവതി, അതുപോലെ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, മികച്ച ചിത്രം ഒറ്റമുറി വെളിച്ചം, അതിൻ്റെ സംവിധായകൻ റിജി നായർ, പിന്നീട് രാഹുൽ റിജി നായർ ആണ്. പിന്നീട് ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ MK അർജുനൻ. പിന്നീട് ഭയാനകം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ സംവിധാനം ചെയ്തതാണ് MK അർജുനൻ അവാർഡ് കിട്ടിയത്. ഭയാനകം. മികച്ച ഗായകൻ ഷഹബാസ് അമൻ, മികച്ച ഗായിക സിതാര കൃഷ്ണകുമാർ, പിന്നീട് മികച്ച സ്വഭാവ നടൻ അലൻസിയർ, മികച്ച സ്വഭാവ നടി പൗളി വത്സൻ, പിന്നീട് രഞ്ജൻ പ്രമോദിന്റെ രക്ഷാധികാരി ബൈജു ഒപ്പ് ആണ് പിന്നീട് കലാമൂല്യമുള്ള സിനിമ. ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അവാർഡുകൾ. അപ്പോൾ നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹാദിയ കേസിലെ വിധി, അത് ഇന്നത്തെ ഹിന്ദുവിലും ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ഹാദിയ കേസിൽ ഹൈക്കോടതി വിധി റദ്ദാക്കി സുപ്രീം കോടതി ഹാദിയയുടെയും പിന്നീട് ഹാദിയയുടെ ഹസ്ബൻഡ് ഷെഫിൻ്റെയും വിവാഹം വീണ്ടും പുനഃസ്ഥാപിച്ചു. പിന്നെ ഒരു നല്ലൊരു ഡിസിഷനുണ്ട്. മെയ് 1 മുതൽ കേരളത്തിൽ നോക്കുകൂലിയില്ല. കേരളത്തിലെ ഒരുപാട് വിമർശിക്കപ്പെട്ട ഒരു സമ്പ്രദായമാണ് നോക്കുകൂലി മെയ് 1 മുതൽ പൂർണ്ണമായിട്ടും നിർത്തലാക്കുന്നതിന് കേരളത്തിലെ എല്ലാ പിന്നീട് തൊഴിലാളി സംഘടനകളും മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യം. പിന്നീട് കേരള നിയമസഭയുടെ സ്പീക്കറിന്റെ ഫോട്ടോയും ഒക്കെ ഉണ്ട്. കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. പിന്നെ തെലുങ്ക് ദേശം മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അത്
തെലുങ്ക് ദേശത്തിന്റെ മന്ത്രിമാർ 2 പേരും ആണ് ഉണ്ടായിരുന്നത്. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ, വ്യോമഗതാഗത മിനിസ്റ്ററായ അശോക് ഗജപതി രാജുവും പിന്നീട് YC ചൗധരി. ഇവർ രണ്ടുപേരും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹമന്ത്രിയായിരുന്നു YS ചൗധരി. അദ്ദേഹവും രാജിവെച്ചു. പിന്നീട് ക്യാബിനറ്റ് മന്ത്രി, വ്യോമയാനത്തിന്റെ മന്ത്രിയായിരുന്ന അശോക് ഗജപതി രാജു. ഇവർ രണ്ടുപേരും സിവിൽ ഏവിയേഷനും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്റേഴ്സ്. പിന്നെ ഇന്നലെ വനിതാ ദിനമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളുണ്ട്. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിരുന്നു. ഇന്റർനാഷണൽ വിമൻസ് ഡേ March 8 ആണ്. പിന്നെ നാഗാലാൻഡിൽ നെഫ്യൂ റിയോ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റു. നാഗാലാൻഡിൽ ബിപ്ലവ് കുമാർ ദേവ് ഇന്ന് ത്രിപുരയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേൽക്കും. പിന്നീട് മറ്റൊരു ന്യൂസ്, സുവിധ സാനിറ്ററി നാപ്കിൻ എന്നുള്ള പേരിൽ 2.5 രൂപയുടെ സാനിറ്ററി നാപ്കിൻസ് കേന്ദ്ര ഗവൺമെന്റ് വനിതാ ദിനമായിട്ട് പുറത്താക്കി. അത് 10 രൂപയിൽ 4 പാഡുകൾ അടങ്ങുന്ന ഒരു പാക്കറ്റ് ഗവൺമെന്റ് ലഭ്യമാക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മെൻസുറേഷൻ പീരീഡിൽ പിന്നീട് വൃത്തിയില്ലായ്മ മൂലം ഒരുപാട് അസുഖങ്ങൾക്ക് അഡോളസെന്റ് ഏജിലും പിന്നീട് യങ് ഏജിലൊക്കെ ഉള്ള ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പിന്നീട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ മെൻസുറൽ പീരീഡിലെ വൃത്തി, നീറ്റ്നെസ്, അതിനു വേണ്ടിയിട്ടാണ് ഈ സുവിധ സാനിറ്ററി നാപ്കിൻസ് ഗവൺമെന്റ് ലഭ്യമാക്കുന്ന 2 രൂപയ്ക്ക്. പിന്നീട് ഇതൊക്കെയാണ് ഇന്നത്തെ മനോരമയിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. പിന്നെ അരുണാ സുന്ദർ രാജന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അരുണാ സുന്ദർ രാജൻ ടെലികോം സെക്രട്ടറി ഓഫ് ഇന്ത്യയാണ്. ടെലികോം സെക്രട്ടറി ഓഫ് ഇന്ത്യ അരുണാ സുന്ദർ രാജൻ. ഇത്രയൊക്കെയാണ് നമ്മളുടെ മലയാളം ന്യൂസ് പേപ്പറായ മനോരമയിൽ നമ്മൾ എഴുതിയെടുക്കാനുള്ള ന്യൂസുകൾ. ഇത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഇനി നമുക്ക് നാഷണൽ ന്യൂസുകളിലേക്ക് പോകാം. അത് PSCക്കും ബാങ്കിനും SSCക്കും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, തെലുങ്കുദേശം പാർട്ടി പിന്നീട് സെൻട്രൽ ഗവൺമെന്റിൽ മോഡി മിനിസ്റ്ററിൽ നിന്ന് പിന്നീട് വിത്ഡ്രോ ചെയ്തു. മിനിസ്റ്റേഴ്സിന് മാത്രമേ വിത്ഡ്രോ ചെയ്തിട്ടുള്ളൂ. തെലുങ്കുദേശം പാർട്ടി ഇപ്പോഴും NDAയിലെ പാർട്ണർ തന്നെയാണ്. NDAയിലെ ഘടക കക്ഷിയായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് ദേ വിത്ഡ്രൂ ദെയർ മിനിസ്റ്റേഴ്സ് ഫ്രം ദ മിനിസ്ട്രി and their ministers were Ashok Gajapati Raju, Union Cabinet and the Civil Aviation Minister, and Chowdhury, YS Chowdhury, Science and Technology Minister of State, Science and Technology Sahamantri, Science and Technology Minister Harshavardhan, Science and Technology Cabinet Minister. പിന്നെ I-ലീഗ് കഴിഞ്ഞു. I-ലീഗ് ഇന്ത്യയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗുകളിൽ ഒരെണ്ണമായ I-ലീഗ് കഴിഞ്ഞു. I-ലീഗിലെ ചാമ്പ്യന്മാരായിട്ട് മിനർവ പഞ്ചാബിനെ സെലക്ട് ചെയ്തു. മിനർവ പഞ്ചാബാണ് I-ലീഗിലെ ചാമ്പ്യന്മാർ. I-ലീഗ് ചാമ്പ്യന്മാരായ മിനർവ പഞ്ചാബ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ I-ലീഗ് ചാമ്പ്യന്മാരാണ്. ശരത് കമലിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ശരത് കമൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച TT പ്ലെയറാണ്. TT പറയുന്ന ടേബിൾ ടെന്നീസിനെ പറയുന്ന വേറൊരു പേരാണ് പിങ് പോങ്. പിന്നെ ഇന്ത്യൻ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ഓപ്പൺ എന്ന് പറയുന്ന ഗോൾഫ് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലെയറായ ശുഭാങ്കർ ശർമ്മയുടെ പെർഫോമൻസ് ഫസ്റ്റ് ഡേയിൽ അപ് ടു ദ എക്സ്പെക്ടേഷൻ അല്ലായിരുന്നു എന്നാണ് ഇതിലുള്ള ഒരു ന്യൂസ് നോക്കുന്നത്. ശുഭാങ്കർ ശർമ്മ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഗോൾഫ് പ്ലെയറാണ്. പിന്നെ ദിയോദർ ട്രോഫി കഴിഞ്ഞു. ദിയോദർ ട്രോഫി വിൻ ചെയ്തത് ഇന്ത്യ B എന്ന് പറഞ്ഞ ടീമാണ്. കർണാടകത്തിനെ തോൽപ്പിച്ച് ഇന്ത്യ B ടീം പിന്നീട് ദിയോദർ ട്രോഫി വിൻ ചെയ്തു. DEODHAR. പിന്നെ ഡയറക്ട് ടാക്സ് കളക്ഷൻ കൂടിയതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഡയറക്ട് ടാക്സ് കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ 2 തരത്തിലുള്ള ടാക്സസ് ഉണ്ട്. ഡയറക്ട് ടാക്സസും ഇൻഡയറക്ട് ടാക്സസും. നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്ന ടാക്സ് ആണ്, അത് ഡയറക്ട് ടാക്സ് ആണ്. അതുപോലെ ലാൻഡ് ടാക്സ് ഡയറക്ട് ടാക്സ് ആണ്, അതെല്ലാം നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്ന ടാക്സസ് ആണ്. പക്ഷേ ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ അതിന്റെ അഡീഷണൽ ഒരു കോസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അത് ഇൻഡയറക്ട്ലി ആണ് നമ്മൾ പേ ചെയ്യുന്നത്. കാരണം നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കുന്ന അറിയത്ത് പോലുമില്ല. പ്രോഡക്റ്റിന്റെ എൻഹാൻസ്ഡ് പ്രൈസ് ആയിട്ടായിരിക്കും അത് പേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. GST ഈസ് ആൻ ഇൻഡയറക്ട് ടാക്സ്. കാരണം നമ്മളൊരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിന്റെ കൂടെ GST അഡീഷണൽ ആയിട്ട് വരുമ്പോൾ നമ്മളൊരു പക്ഷേ ശ്രദ്ധിക്കാറ് പോലുമില്ല. നമ്മൾ മൊത്തം ചാർജ് അതാണെന്ന് കരുതി നമ്മളത് കൊടുക്കുകയാണ്. അപ്പോൾ എൻഹാൻസ്ഡ് പ്രൈസ് ആയിട്ടായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നത്. ഇൻഡയറക്ട് ടാക്സ്. GST ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്ട് ടാക്സ്. GST മാത്രമാണ് ഇന്ത്യയിൽ ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ പറയാം. അപ്പോൾ ഡയറക്ട് ടാക്സസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റ്ലി അറിഞ്ഞുകൊണ്ട് പേ ചെയ്യുന്ന ടാക്സസ് ആണ്. പിന്നെ എയർ ഇന്ത്യ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ടെൻഡർ വിളിക്കാൻ പോവുകയാണ്. എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ നാഷണൽ കാരിയറാണ്. ഈ എയർ ഇന്ത്യ ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ നമ്മൾ
സെല് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ബിഡുകൾ ഉടനെ തന്നെ വിളിച്ചു തുടങ്ങുന്നതാണ്. അതുപോലെ ഇന്ത്യയിൽ ഈ ഇടയ്ക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബന്ധൻ ബാങ്കിന്റെ IPO നടക്കാൻ പോവുകയാണ്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ബന്ധൻ ബാങ്ക് ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഷെയർസ് സെല് ചെയ്യാൻ പോവുകയാണ് ബന്ധൻ ബാങ്ക്. പിന്നെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെ കുറിച്ച് ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്ന പോലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെ കുറിച്ച് ഇന്നും ന്യൂസ് ഉണ്ട് ഹിന്ദുവിൽ. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പഞ്ചാബില്, ഞാൻ പറഞ്ഞതാണെന്നല്ല, പഞ്ചാബില് പിന്നീട് സിഖ് മതത്തിലെ റാഡിക്കൽസ് പിന്നീട് സിഖ് മതത്തിൽ റാഡിക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ പഞ്ചാബില് എന്ത് ചെയ്യുന്ന വെച്ചാൽ തീവ്രവാദത്തിലേക്ക് എൻഗേജ് ചെയ്തപ്പോൾ പിന്നീട് സുവർണക്ഷേത്രം, അതായത് സിഖ് മതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ് സുവർണക്ഷേത്രം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ് സുവർണക്ഷേത്രം. സിഖുകാരുടെ ആരാധനാ കേന്ദ്രത്തിന് അറിയപ്പെടുന്നത് ഗുരുദ്വാരാസ് എന്നാണ്. അപ്പോൾ ഈ ഗുരുദ്വാരയിൽ അവർ അഭയം പ്രാപിച്ചു. പിന്നീട് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് നടത്തിയ മിലിറ്ററി ഓപ്പറേഷനാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ശ്രീലങ്കയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയാണ്. ശ്രീലങ്കയിലെ അടിയന്തരാവസ്ഥ അതിന്റെ റീസണും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നല്ല, എമർജൻസി ശ്രീലങ്കയിൽ ഡിക്ലെയർ ചെയ്യാൻ കാരണം ശ്രീലങ്കയിലെ മുസ്ലിംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കാൻഡി പോലുള്ള സ്ഥലങ്ങൾ, ശ്രീലങ്കയിൽ ഒരു സ്ഥലമാണ് കാൻഡി, അവിടെ അവരുടെ മുസ്ലിം മതക്കാരെ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യം ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീലങ്കയിൽ ഇപ്പം എമർജൻസിയാണ്. പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഇതിലൊരു ന്യൂസ് ഉണ്ട്. ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററാണ് അത് പറഞ്ഞിരിക്കുന്നത്. ചൈനയുടെ ഡ്രാഗണും ഇന്ത്യയുടെ എലിഫന്റും ഒരുമിച്ച് ഡാൻസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെയും ചൈനയുടെയും റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ ഡ്രാഗണും ഇന്ത്യയുടെ എലിഫന്റും ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഓൾറെഡി ഞാൻ പറഞ്ഞ നെഫ്യൂ റിയോ നാഗാലാൻഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ. അതുപോലെ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സെഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോകാൻ പറ്റാത്ത ബഹളം മൂലം ഇത് തുടങ്ങിയിട്ട് 4ാം ദിവസവും ബഡ്ജറ്റ് സെഷൻ സ്തംഭിച്ചു, ഒന്നും നടന്നില്ല. പിന്നെ നാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് മോഡി 1-2 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന ഫോട്ടോ ഹിന്ദുവിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇന്ത്യയിലെ സെലക്ടഡ് ഡിസ്ട്രിക്റ്റുകളിൽ മാത്രമായിരുന്നു, സ്ത്രീ പുരുഷ അനുപാതം ഭയങ്കരമായിട്ട് കുറവുള്ള ഡിസ്ട്രിക്റ്റുകളിൽ മാത്രമായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നടന്നുകൊണ്ടിരുന്നത്. ആ സ്കീം ഇപ്പോൾ ഇന്ത്യയിൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു 640 ഡിസ്ട്രിക്റ്റുകളിലേക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സേവ് ഗേൾ ചൈൽഡ്, എഡ്യൂക്കേറ്റ് ഗേൾ ചൈൽഡ്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിൽ നടക്കുന്ന സേവ് ഗേൾ ചൈൽഡ്, എഡ്യൂക്കേറ്റ് ഗേൾ ചൈൽഡ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ഇന്നലെ മുതൽ. ഇന്നലെ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 640 ഡിസ്ട്രിക്റ്റുകളിലാണ് ഇപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം നടക്കുന്നത്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണെന്ന് വെച്ചാൽ മനേക ഗാന്ധിയാണ്. പിന്നീട് ഇന്നലെ വേറൊരു സംഭവം കൂടെ സ്റ്റാർട്ട് ചെയ്ത് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് മറ്റൊരു സ്കീം കൂടെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ. നാഷണൽ ന്യൂട്രീഷൻ മിഷന്റെ എയിം എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ന്യൂട്രീഷൻ ലെവൽസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് റെഡ്യൂസിംഗ് ലോ ബർത്ത് വെയിറ്റ് ബൈ 2% ഈച്ച് ഇയർ. അതായത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ന്യൂട്രീഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് റെഡ്യൂസിംഗ് ലോ ബർത്ത് വെയിറ്റ്, അതായത് ജനന സമയത്തുള്ള ബർത്ത് വെയിറ്റ് കുറവുള്ള കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും 2% വെച്ച് 2% വെച്ച് കുറയ്ക്കുക. ഇതാണ് നാഷണൽ ന്യൂട്രീഷൻ മിഷന്റെ ലക്ഷ്യം. അതായത് ഓവറോൾ ആയിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ന്യൂട്രീഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുകയും ബർത്ത് ടൈമിലുള്ള ലോ വെയിറ്റ് 2% വീതം ഓരോ വർഷവും കുറച്ചുകൊണ്ടുവരികയാണ് ചെയ്യേണ്ട ഈ പ്രോജക്ട് ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നീട് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ തെലുഗുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി NDA ഗവൺമെന്റിനുള്ള സപ്പോർട്ട് വിത്ഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മിനിസ്റ്റേഴ്സിന് വിത്ഡ്രോ ചെയ്തു. അതിന്റെ കമ്പൽഷൻസ് എന്തായിരുന്നു കാരണം? മറ്റൊന്നുമല്ല കാരണം ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് വേണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ആഗ്രഹം. ആ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റുമെന്ന് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു. അപ്പോൾ അവർക്ക് പൊളിറ്റിക്കലി അവരുടെ സ്റ്റേറ്റിൽ അത് പിടിച്ചു നിൽക്കാൻ ഈ ഒരു മാർഗം അവലംബിച്ചേ പറ്റുള്ളായിരുന്നു. ഈ റീസൺ കൊണ്ടാണ്. ഇതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ എന്നുള്ള രാജ്യം US-ഉമായിട്ട് പീസ് ടോക്ക് നടത്താൻ അവര് ഡിസൈഡ് ചെയ്തു. അത് എത്രയും പെട്ടെന്ന് US അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെ പീസിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് മറ്റൊരു എഡിറ്റോറിയൽ. അതിനെ കുറിച്ചാണ് US-ഉം നോർത്ത് കൊറിയയും തമ്മിൽ എത്രയും പെട്ടെന്ന് ഡിസ്കഷൻസ് നടത്തി പീസ്
അല്ലെങ്കിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് നോർത്ത് കൊറിയയെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഇത്രയാണ് ഹിന്ദുവിലെ ന്യൂസ്. അപ്പോൾ മനോരമയും ഹിന്ദുവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും മലയാളം ന്യൂസ് പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യും. PSC എക്സാംസിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് വഴി അവൈലബിൾ ആവുന്ന കറണ്ട് അഫയേഴ്സ് വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ ബാങ്ക്, SSC ആൻഡ് PSC എക്സാംസ് ആയിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ എക്സാംസിനും ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് പോകുന്നത്. താങ്ക് യു വെരി മച്ച്.